മുംബൈ ഒരു കാലത്ത് ശിവസേനയുടെ ശക്തി കേന്ദ്രമായിരുന്നു. ആ ശക്തി കേന്ദ്രത്തിൽ ആദ്യമായി ശിവസേന പരാജയപ്പെട്ടു, ബി.ജെ.പി. വിജയിച്ചു കയറി. അപ്പോൾ വർഷങ്ങളായുള്ള ആ ശിവസേനയുടെ ആ കോട്ട തകർന്നു. അല്ല, എല്ലാ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സിനും അതിൻ്റേതായൊരു സമയമുണ്ട്. ശിവസേന ഇന്ത്യയിൽ ഉയർന്നു വന്നൊരു സമയം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു അപ്രമാദിത്വം. സ്വാതന്ത്ര്യകാലത്തിന് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് പാലിക്കാൻ പറ്റുന്നില്ല. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ വന്ന് രാജ്യം മൊത്തം ബന്ദ് ഹർത്താൽ ആഴ്ചകൾ നീളുന്ന ഭാരത് ബന്ദ്. അപ്പം അങ്ങനെ സംഭവമില്ല. അപ്പം ഭാരത് ബന്ദ് അത് കേരളത്തിൽ മാത്രമേ നടക്കുന്ന സംഭവം, മലബാറിൽ മാത്രമേ നടക്കുന്നത്. ഇവൻ തിരുവിതാംകൂറിൽ പോലും വലിയ എഫക്റ്റ് ചെയ്യാൻ കണ്ടിട്ടില്ല ബന്ദിനൊന്നും. അന്നങ്ങനല്ല, ഭാരത് ബന്ദ് വന്നാൽ ഇന്ത്യൻ റെയിൽവേ ഒന്നും ഓടില്ല. കേരളത്തിനേക്കാളും കഷ്ടമായി ഉത്തരേന്ത്യയിലൊക്കെ അവസ്ഥ. ആ രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എല്ലാം സ്റ്റെക്കായി നിൽക്കുകയും, അതേസമയം ബോംബെ എന്ന് പറഞ്ഞാൽ അധോലോകങ്ങളുടെ കയ്യിലായിരുന്നു. ഈ കരീം ലാലയുടെ പഠാൺ ഗ്യാങ് എന്ന് പറഞ്ഞ ടീമുണ്ടായിരുന്നു. അവരെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന വടതരാജ മുതലിയാരും അതുപോലെ തന്നെ ആജി മസ്താൻ, രണ്ടൊരു സൗത്ത് ഇന്ത്യക്കാരൻ, അവർ കുറച്ചുകൂടിയൊക്കെ ഒരു നീതിബോധമൊക്കെ ഉള്ള ആളുകളായിരുന്നു. എന്നാൽ ഈ കരീം ലാലയുടെ ടീം അങ്ങേയറ്റം ഗുണ്ടായുസം മാത്രമായിരുന്നു. ഈ അതേല അഫ്ഗാനികളുടെ സ്വഭാവം, അഫ്ഗാൻകാരാണ് ബേസിക്കലി. അപ്പം ഇവരെ അട്രോസിറ്റീസ്, ഫോർ എക്സാമ്പിൾ, നീ നിൻ്റെ ഭാര്യയും കൂടി ഹണിമൂണിന് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഒരു ഡോണ് നിൻ്റെ വൈഫിനെ കണ്ട് നിന്നെ അവിടെ കൊന്നിട്ട് അവളെ കൊണ്ടുപോയി. ഇതുപോലെ പ്രിയദർശന സിനിമയിൽ നീ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ സംഭവങ്ങൾ നിരന്തരമായിരുന്നു അവിടെ 80s. നീ അതുകൊണ്ട് അങ്ങോട്ട് ഹണിമൂണിന് പോകണ്ട കല്യാണം കഴിച്ചിട്ട്. കാലം മാറിയെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു അവസ്ഥ. നടന്ന എനിക്ക് ഇല്ലാത്ത ഉള്ള സംഭവമാണ്. അങ്ങനെ ഒരിക്കൽ ആ സമയത്ത് കരീം ലാലയ്ക്കെതിരെ ഈ ഗ്യാങ്ങിനെ നേരിട്ട ഒരാളാണ് അത് ദാവൂദ് ഇബ്രാഹിം. ദാവൂദ് ഇബ്രാഹിം അവിടെയുള്ള ഒരു പോലീസുകാരൻ്റെ മോനായിരുന്നു. അപ്പം അങ്ങേരുടെ ബാപ്പ അത്യാവശ്യം നല്ല പേരുള്ള പോലീസ് ഓഫീസറായിരുന്നു. ഈ ദാവൂദ് ഇബ്രാഹിം വലിയ രാജാവാകും എന്ന് പണ്ടൊരു സൂഫി സന്യാസി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവന് ഇംഗ്ലീഷ് മീഡിയമൊക്കെ പഠിപ്പിച്ചു ദാവൂദിന്. അപ്പോൾ ദാവൂദ് പക്ഷേ രാജാവായ അധോലോകത്താണ്. ആദ്യം ലോക്കൽ ചെറിയ ചെറിയ വർഷങ്ങൾ പഠാൻ ഗ്യാങ്ങിനെ ദാവൂദ് അടിച്ചൊതുക്കി. പഠാൻ എന്ന് വെച്ചാൽ അറിയാലോ, ഏതാണ് സൽമാൻ ഖാനെ പോലുള്ള ആളുകളാണ്. അവരാണ് ദാവൂദ് ഇബ്രാഹിം 5 അടിക്കാരൻ അടിച്ചൊതുക്കുന്നത്, ദിലീപിനെ പോലുള്ള. പക്ഷെ അടിച്ചൊതുക്കി. അപ്പോൾ അത് കണ്ടപ്പം പോലീസ് വാപ്പ അടിച്ചെങ്കിൽ പോലും ബോംബെ പോലീസ് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ബോംബെ പോലീസിന് സപ്പോർട്ടോട് കൂടിയ ദാവീദ് ഒരു നാഷണൽ ഡോൺ. ഇന്നിപ്പോൾ പല ആളുകളും ലോറൻസ് ബിഷ്ണോയ്, ഇപ്പോൾ ഈ ലോറൻസ് ബിഷ്ണോയ് വലിയ ഫാൻ ബേസ് ഉണ്ടല്ലോ. ഈ ചാനൽ തന്നെ സംസാരിക്കുന്ന പല ആളുകളും ലോറൻസ് ബിഷ്ണോയിനെ ഭയങ്കര സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പം ലോറൻസ് ബിഷ്ണോയിനെ പോലെ ആയിരുന്നു ഒന്ന് അപ്പോൾ ഈ പഠാൻ ഗ്യാങ്ങിനെ അടിച്ചൊതുക്കി അങ്ങനെ. പക്ഷേ ഈ പഠാൻ ഗ്യാങ് ഒരു ഭാഗത്ത് ദാവൂദ് അവരെ അടിച്ചൊതുക്കുന്നു, പോലീസ് ദാവൂദിനെ സഹായിക്കുമ്പോഴും അവിടെ ജനങ്ങൾ, സാധാരണ ഹിന്ദുക്കൾക്കും മറാഠികൾക്കും ഒരുപാട് പ്രശ്നമുണ്ടായി. ഈ പതാൻസ് പുറത്തുനിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ ആ സമയത്താണ് ഇദ്ദേഹം ബാൽ താക്കറെ ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. ഒന്ന് ട്രേഡ് യൂണിയനുകൾക്ക് സമരത്തിനെതിരാണ് അദ്ദേഹം, ഈ പറഞ്ഞ ഗുണ്ടായുസത്തിനെതിരെ. അപ്പം ജനങ്ങളുടെ നിത്യനിദാന പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ് പെട്ടെന്ന് അത് പിടിച്ചു കയറി. RSS ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ആയില്ലേ, ഇത് എളുപ്പം പിടിച്ചു കയറി. അപ്പോൾ അങ്ങ് അന്നോട്ടൊരു 70കളിൽ തുടങ്ങി 80, 90, 2000, 2010, 2020 ഏതാണ്ട് ആദ്യത്തെ 40, ആദ്യത്തെ ഒരു പതിറ്റാണ്ട് 80, 90 വരെ അവർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. 90 തൊട്ട് അവിടെ ഡോമിനൻ്റ് ഫോഴ്സായി. BJP-നെ കണ്ട് വലിയ ഫോഴ്സായി അവിടെ. BJP അവിടെ 2ാം കക്ഷിയായിരുന്നു. RSSന് നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ 2014 വരെ BJP 2ാം കക്ഷിയെ തന്നെയായിരുന്നു. BJP കൊടുത്തതാണ്. അന്നത് 2014 BJP ഡോമിനേറ്റ് ചെയ്തതാണ്. BJP-ന്റെ വളർച്ച അവിടെയൊക്കെ പതുക്കെയാണ്. BJP-ന്റെ തുടക്കം തന്നെ അവിടെ നിന്നാണല്ലോ. RSSന്റെ തുടക്കം അവിടെ നിന്ന് തന്നെയാണല്ലോ. പക്ഷെ RSSകാർക്ക് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തു. BJP 2ാമതായിട്ട് വന്നു. പ്രമോദ് മഹാജനക്കായിരുന്നല്ല അവരുടെ നേതാവ്. പിന്നെ അവിടെ ഛഗൻ ഭുജ്പാൽ എന്ന് പറഞ്ഞ ആളുണ്ട്. അയാൾ വലിയ പൊളിറ്റിക്കൽ ഭയങ്കര സംഭവം, കിങ് മേക്കർ. അയാൾ ബോംബെയിലെ ഗവർണർ, മേയറൊക്കെ ആയിരുന്നു, ഉപമുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പം ഇയാൾ ഇത് പിടിച്ചെടുത്തു. ഇയാൾ ഈ ഛഗൻ ഭുജ്പാലാണ് ടീം അവിടെ ബോംബെ മുനിസിപ്പാലിറ്റി പിടിച്ചു. ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ബജറ്റിനെക്കാട്ടും കൂടുതലാണ് അവരുടെ ബജറ്റ്. അത്രയും വലിയ പണം ഒഴുകുന്ന വലിയ വരുമാനമുള്ള ഒരു സ്ഥലം. അപ്പോൾ ശിവസേനയുടെ അവിടെയുള്ള മഹാരാഷ്ട്ര പ്രധാന ശക്തി കേന്ദ്രങ്ങൾ ഗോവയും മറാത്ത്വാഡയായിരുന്നു. ശിവസേന എന്നാൽ ശിവനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് ശിവാജിയായിട്ട് ബന്ധപ്പെട്ടത്. ശിവാജിയുടെ ഏരിയ എന്ന് വെച്ചാൽ മറാത്ത്വാഡയാണ്. പിന്നെ ഈ ബാൽ താക്കറയുടെ അച്ഛൻ പണ്ട് മഹാരാഷ്ട്ര സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത് അവിടുത്തെ ഒരു വലിയ നേതാവ് കൂടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിന്നാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങേർക്ക് മരുമോൻ രാജ് താക്കറെയും, പിന്നെ അത് കഴിഞ്ഞ് BJP എന്നപ്പോഴത്തേക്ക് ദേശീയ തലത്തിൽ വലിയ ഫോഴ്സായി മാറി വാജ്പേയി വന്നതോടുകൂടി.
പിന്നെ BJP ഔദാര്യമാണ് ഇവർക്ക് ഈ ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നത്. അപ്പം മോഡി ആയതോടുകൂടി പിന്നെ അതിൻ്റെ ആവശ്യമില്ലാതായി. മോഡി എന്നുള്ള ഒരൊറ്റ വാക്കിന് തന്നെ അവിടെ ഒരു 10% വോട്ട് വാക്കാൻ പറ്റുന്ന അവസ്ഥയായി. അപ്പം പിന്നെ ഇവർ മനസ്സിലാക്കേണ്ട ഇവരുടെ കാലഘട്ടം കഴിഞ്ഞു. മാത്രമല്ല അവർ വീക്കൻ ചെയ്യപ്പെട്ടു. അവർ ശരിക്കും പൊളിറ്റിക്കൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബാൽ താക്കറയുടെ പിന്നെ മോളുടെ ഭർത്താവ് രാജ് താക്കറെയാണ്. പക്ഷേ രാജിനല്ല ഉദ്ധവ് താക്കറെയാണ് പിൻഗാമിയെ അദ്ദേഹം നിശ്ചയിച്ചത്, ബാൽ താക്കറെ. അപ്പം രാജ് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ഉണ്ടാക്കിപ്പോയി. അതോടുകൂടി തന്നെ ഇവരുടെ ഒരു ശക്തി പ്രവേശിച്ചു. അല്ല, പലരും പറയുമല്ലോ ഈ ഉദ്ധവിന് പകരം രാജ് താക്കറെ ഈ ശിവസേനയുടെ പദവി ഏൽപ്പിച്ചിരുന്നെങ്കിൽ ശിവസേനയ്ക്ക് ഈ ഗതി വരില്ല. അതുണ്ടാകുന്നത് ഈ ഉദ്ധവ് എന്നുള്ള പേരിലുള്ള പുരാണങ്ങളെല്ലാം തന്നെ ബുദ്ധിശാലികളും സ്വാത്വികരുമാണ്. ഇപ്പം ഉദ്ധവ് എന്നുള്ള ആദ്യത്തെ ക്യാരക്ടർ നമ്മൾ കാണുന്നത് ശ്രീകൃഷ്ണന്റെ തേരാളിയോ അടുത്ത സുഹൃത്തൊക്കെ ആയിരുന്നു. ഭയങ്കര പണ്ഡിതനായിരുന്നു, ഭയങ്കര ഭക്തനായിരുന്നു. പക്ഷേ രാജ് താക്കറെ ഒരു പൊളിറ്റീഷ്യനായിരുന്നു. ഉദ്ധവിന് അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഉദ്ധവിന്റെ മകൻ പുതിയ ആദിത്യ കൊള്ളാം. ആദിത്യ പുതിയ സെൻസേഷൻ ഉൾക്കൊള്ളുന്ന ആളാണ്. പക്ഷേ അന്നത്തെ പാർട്ടി ഒലിച്ചുപോയി. അവരുടെ മേഖലയിൽ RSS എന്ന ഉപ്പുള്ളപ്പം പിന്നെ ഉപ്പിലിട്ട ശിവസേനന്റെ ആവശ്യമില്ലല്ലോ. അതാണ് അതിന്റെ കാര്യം. അത് അവർ മനസ്സിലാക്കിയില്ല. പിന്നെ അവർ നേരെ ഓപ്പോസിറ്റ്, അവരെന്തിനെതിരെ ഫൈറ്റ് ചെയ്തത് കോൺഗ്രസ് ആയിട്ട് സഖ്യം കൂടിയോടുകൂടി അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. നീ അയക്കുമല്ലേ നിനക്കൊരു വെയിറ്റ് ഉള്ളൂ. നീ അല്ലാതെ ഈ CPM വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പിന്നെ യൂട്യൂബറിനെ പോലെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഒരു ഓഡിയൻസ് എനിക്ക് നഷ്ടപ്പെടും, നിന്റെ വിശ്വാസ്യത ക്രെഡിബിലിറ്റി ഒക്കെ പോകും. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ആ ഒരു ഒലിച്ചുപോയി അവരുടെ വോട്ട്. ഒന്നും കൂടുമ്പോൾ രാഷ്ട്രീയത്തിൽ എപ്പോൾ രണ്ടാവണമെന്നില്ല. കോൺഗ്രസോട് കൂടി ശിവസേന അല്ലാതെ. ഇപ്പം നമ്മൾ കാണുന്നത് മഹാരാഷ്ട്രയിൽ അവസാനം അവരുടെ മറാഠ്വാഡയെ പണ്ടേ BJP പിടിച്ചു. അവർക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്ന ഈ മുംബൈ റീജിയനാണ്. മുംബൈ റീജിയൻ ഇപ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ്. BJPയെ സംബന്ധിച്ചുള്ളത് എക്സ്പെക്ട് ചെയ്തതും ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തുമാണ്. മാത്രമല്ല ഇടയ്ക്ക് ശിവസേനക്കാർ ഉത്തരേന്ത്യക്കാർക്കെതിരെ, ആദ്യം മുസ്ലിംസിനെതിരെ സൗത്ത് ഇന്ത്യക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്തപ്പോൾ അവിടെ ആ നാട്ടുകാരെ സപ്പോർട്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ ഉത്തരേന്ത്യക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്തപ്പോൾ അത് പോവുകയും ചെയ്തു. അപ്പം മഹാരാഷ്ട്ര നവനിർമ്മാണ സേന അത് തന്നെ നടത്തിയത്. അപ്പോൾ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്താണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഈ പറയുന്നത് പോലെ വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തി വരുമെന്ന് എനിക്കറിയില്ല. അല്ല, ഈ പിളർപ്പുണ്ടായല്ലോ ഇടക്കാലത്ത്. ഈ പിളർപ്പിൽ നിന്ന് അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ വീണ്ടും അവിടെ ശക്തിപ്പെടാൻ കഴിയുമോ? മനസ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മോഡിയും BJP ഒക്കെ അമ്മാതിരി അബദ്ധം കാണിക്കണം. അതവർ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു. മാത്രം ധാരാവിയല്ല എല്ലാ കാലഘട്ടത്തിലും. നീ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാ കാലത്തും അങ്ങനെ തന്നെ. ഇപ്പം ധാരാവി അദാനി ഏറ്റെടുത്തിട്ട് അദാനി അവിടെ ബിസിനസ്സൊക്കെ തുടങ്ങും. പക്ഷെ അവർക്ക് നല്ല ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അതിനെ ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഫ്ലാറ്റ് ഉണ്ടാക്കുന്നതല്ല, ഫ്ലാറ്റ് ഉണ്ടാക്കുന്നതാണ്. അതെനിക്ക് അതുകൊണ്ട് മെച്ചം കിട്ടണ്ട. പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം രക്ഷപ്പെടുകയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ധാരാവി കുറേ ഗുണ്ടകളെ സൂക്ഷിക്കേണ്ട രാഷ്ട്രീയക്കാർക്ക് ആവശ്യമാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയക്കാർ ചില്ലതല്ല. ഒരു ദാവൂദായി ബന്ധപ്പെട്ട ISI ഈ ഇത്രയും വലിയ കോർപ്പറേഷൻ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ വലിയ സാമ്പത്തികമുള്ള കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതിലൂടെ തന്നെ BJP ഓരോ ദിവസവും വളരുകയാണ്. BJP അല്ല, RSSന്റെ വളർച്ചയാണ്. BJPയുടെ വളർച്ചയെ നമ്മൾ കാണുന്നുള്ളൂ. ശിവസേനയുടെ ശക്തി RSS തന്നെയായിരുന്നു. RSS ആർക്ക് സപ്പോർട്ട് കൊടുത്തെന്ന്. നിങ്ങൾ BJPയുടെ വളർച്ച എന്ന് വെച്ചാൽ മോഡി എന്നുള്ള ഒരു 10% വോട്ടിൻ്റെ വളർച്ചയാണ്. RSS ആണ്. RSSന്റെ വളർച്ചയാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. അതിന് ഇമ്പാക്റ്റാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.